കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും ഇടപെടണമെന്ന് കെപിസിസി പ്രസിഡന്റും പേരാവൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. പേരാവൂരിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ബാലറ്റ് പേപ്പർ കിട്ടിയിട്ടില്ലെന്നും വോട്ട് നിക്ഷേപിക്കാനുള്ള പെട്ടിയുടെ ദ്വാരം വലുതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതൊന്ന്. പിന്നത്തെ കാര്യം, കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇടപെടണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ലാതാക്കുന്നതിനുള്ള ഏകപക്ഷീയമാക്കാൻ ഭരണകക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ഇതുവരെയും പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ബാലറ്റ് പേപ്പർ കിട്ടിയിട്ടില്ല. ഇന്നലെയും ഇന്നുമായിട്ട് അവർ നെട്ടോട്ട് ഓടുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അവർ നെട്ടോട്ട് ഓടുകയാണ്. ഇന്നും അത് കിട്ടിയിട്ടില്ല. അത് എപ്പോൾ കിട്ടുമെന്നുള്ള ഉത്തരവില്ല. മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീടുകളിൽ കയറി ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, 85 വയസ്സ് കഴിഞ്ഞവരുടെ, കിടപ്പ് രോഗികളുടെയും, അതിൻ്റെ ഒരു ഫോട്ടോയായത്, ആ പെട്ടിയുടെ ഒരു ഫോട്ടോയായത്. ആ പെട്ടിയിലെ അതിനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഓട്ട അല്ലെങ്കിൽ തുള, അത് എത്ര വലുതാണ്. ഇതിപ്പോൾ എല്ലാവരും ചെയ്താൽ നിങ്ങൾ ഒറിജിനൽ എവിടെയെങ്കിലും പെട്ടി ഒന്ന് പരിശോധിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് യാതൊരു സെക്യൂരിറ്റി ഇല്ല. ഇതാർക്കും ഇത് കുടഞ്ഞിട്ടാൽ ഇത് താഴേക്ക് വരും. ഇതൊരു കമ്പി ഉണ്ടോ ഒരു ഈർക്കളി ഉണ്ടോ വോട്ടെടുക്കാം. അല്ലാതെ തന്നെ ഇങ്ങനെ കമത്തിയാൽ ഈ ബാലറ്റ് എന്തിനാ ഇത്രയും ഒരു ചെറിയ ബാലറ്റ് പേപ്പർ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ, അതിലേക്ക് നിക്ഷേപിക്കൽ മാത്രമാണല്ലോ. തിരിച്ചെടുക്കുന്ന ലോക്കല്ലേ, അതെ, ലോക്ക് തുറന്നിട്ടില്ലേ തിരിച്ചെടുക്കേണ്ടത്. അതിലേക്ക് നിക്ഷേപിക്കാൻ ഒരു നേർച്ചപ്പെട്ടി, അമ്പലത്തിലെ പള്ളികളിലെ പോലെ ഒരു നേർച്ചപ്പെട്ടി പോലെ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ദ്വാരം മാത്രം മതിയെന്നിരിക്കെ അതിൽ നിന്ന് കൃത്രിമമായിട്ട് കളവായിട്ട് വോട്ട് തിരികെ എടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിയപ്പോൾ ഞാൻ തന്നെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത് പരിശോധിക്കും, അല്ലെങ്കിൽ ഇതിന് തെറ്റുവരുത്താത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നതിന് പകരം എന്നോട് അദ്ദേഹം കയർത്തും തട്ടിക്കയറിയും സംസാരിക്കുകയത്. സാധാരണഗതിയിൽ നവീൻ ബാബുവിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ പോലും ഞാൻ കയർത്ത് സംസാരിക്കാത്ത ആളാണ് കളക്ടർക്കെതിരെ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഭരണകക്ഷിയുടെ ഏജൻ്റായി പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതിന് ഉത്തരം പറയണം. ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദ്വാരം നിർമ്മിച്ചത്? ഇവിടെ കൈപോലും കടക്കും. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് കണക്ക് ചോദിച്ച കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ CPM ആണ് കോൺഗ്രസിനെതിരെ പ്രചാരണം നടത്തുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിലെ CPM പാർട്ടി ആഭ്യന്തര തർക്കങ്ങൾ കൊണ്ട് ഉഴലുകയാണ്. ആ പാർട്ടിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായും ഫണ്ട് വെട്ടിപ്പുൾപ്പെടെയുള്ള അഴിമതികളെ തുറന്നു കാട്ടിക്കൊണ്ടും നിരവധി പാർട്ടി നേതാക്കന്മാരും അണികളും പ്രതികരിക്കുകയാണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി കുടുംബസഹായ ഫണ്ടിൻ്റെ വിവാദത്തിനും ചോദ്യങ്ങൾക്കും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിലെ തിരിമറികൾക്കും ഉത്തരവില്ല. ആ കണക്ക് ചോദിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തിരുവനന്തപുരത്തും ഇതേപോലെ തന്നെ രക്തസാക്ഷി കുടുംബത്തിൻ്റെ സഹായ ഫണ്ട് വെട്ടിപ്പ് നടത്തിയതായിട്ട് രക്തസാക്ഷി കുടുംബങ്ങൾ തന്നെ പറയുന്നു. കേരളത്തിൻ്റെ മറ്റു പല ഭാഗത്തും സാമ്പത്തിക തിരിമറി നടത്തുന്ന CPM നേതാക്കന്മാർ നിരവധിയാണ്. സഹകരണ സ്ഥാപനങ്ങളിലെ കുപ്രസിദ്ധമായിട്ടുള്ള കരിവണ്ണൂർ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ, ആ കേസുകളിലെ പ്രതികളായവരെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത്തരം ആളുകളെ ഇപ്പോഴും പാർട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്ത് 3 മാസത്തിലേറെ ജയിലിൽ കിടന്നവർക്കെതിരെ പാർട്ടി ഇതുവരെ കമ എന്നൊരക്ഷരം നടപടി സ്വീകരിച്ചിട്ടില്ല. അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പത്മകുമാറായാലും വാസുവായാലും ശബരിമല മോഷണ കേസിലെ പ്രതികളാണ്, സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളാണ്. അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആ പാർട്ടിയാണ് കോൺഗ്രസിൻ്റെ വയനാട് ഭവന നിർമ്മാണ ഫണ്ടിൻ്റെ പേരിൽ ഞങ്ങളെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ച് ഞങ്ങൾക്കെതിരായിട്ട് പ്രചരണം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. സംവാദത്തിന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടൊരു സംവാദത്തിന് തയ്യാറാണെന്ന് പലവട്ടം പറഞ്ഞു. മുഖ്യമന്ത്രി ആ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അപ്പോൾ അതുകൊണ്ട് വയനാട് ദുരന്തത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ഏറ്റവും അധികം സഹകരിച്ച പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അന്ന് വയനാട് ദുരന്തത്തിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് ആയിരുന്നു, ഗ്രാമപഞ്ചായത്ത് UDF ആയിരുന്നു, MLA നിങ്ങൾക്കറിയാം അത് സിദ്ദിഖാണ്, അതുപോലെ MP രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയുമാണ്. അവരെല്ലാവരും ആ ദുരന്ത മുഖത്ത് ഓടിയെത്തുകയും പരമാവധി സർക്കാർ സംവിധാനങ്ങളുമായിട്ട് സഹകരിക്കുകയും ചെയ്തു. എല്ലാ MLA മാരും അവരുടെ 1 മാസത്തെ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞു. 1 മാസത്തെ ശമ്പളം കൊടുക്കാൻ തയ്യാറായി.
ഇത് പ്രത്യേകമായൊരു നിധി രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോലും തയ്യാറായിട്ടില്ല ഗവൺമെൻറ്. ഞങ്ങൾ എന്നാലും ആത്മാർത്ഥമായിട്ട് എല്ലാ പുനരധിവാസത്തിലും ദുരന്ത നിവാരണത്തിലും ആളുവർത്ഥവും നൽകി ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. സമീപത്തുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ, കർണാടക, തെലങ്കാന ഗവൺമെൻറ്റുകളും അവരും ആ വിഷയത്തിൽ അയൽ സംസ്ഥാനത്തിൻ്റെ ദുരന്തത്തിൽ സഹായിക്കാൻ ശക്തമായ മനോഭാവവുമായിട്ട് അവരും രംഗത്ത് വന്നു. വലിയ തുക അവരും കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.